ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൽജി സോളാർ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലും ഒരു അടിപൊളിയായിട്ടൊരു മൂവിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മൂവി സജഷൻസ് എപ്പിസോഡ് നമ്പർ 8. അതെ, ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ ജീവനായകനായിട്ടുള്ളൊരു 2024 പുറത്തിറങ്ങിയൊരു സിനിമയാണ്. കഴിഞ്ഞ തവണത്തെ മൂവി സജഷൻസ് വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തുകൊണ്ടായിരുന്നു ലൂപ്പ് മൂവീസ്, ടൈം ട്രാവൽ മൂവീസൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫേവറേറ്റ് ആണെന്നുള്ളത്. അതായത് ടൈം ട്രാവൽ മൂവീസ് എന്നൊക്കെ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ത്രില്ലിംഗ് ആയി പോകും. അത് ആ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത്തരം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു തരം മൂവിയാണ്. പല ആൾക്കാരും പല രീതിയിലാണ് സിനിമയെ സമീപിക്കുന്നത്. അതേപോലെ തന്നെ ടൈം ട്രാവൽ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണോ, ലൂപ്പ് ടൈപ്പ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ മൂവി ഇഷ്ടപ്പെട്ടിരിക്കും. എന്താണ് ഈ മൂവി എന്ന് വിശദമായിട്ട് ഈ മൂവി എന്താണെന്ന് അറിയാൻ നേരെ സ്കിപ്പ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വൈഫും കൂടി നിങ്ങൾ ഹണിമൂണിന് വേണ്ടിയിട്ട് ഒരു പാക്കേജൊക്കെ എടുത്തിട്ട് ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിലോട്ടോ മറ്റോ പോയിരിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അന്ന് രാത്രി നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി പുറത്തിറങ്ങിയ ശേഷം തിരിച്ച് നിങ്ങൾക്ക് സ്വന്തം വീട്ടിലോട്ട് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ, നിങ്ങൾ ചുറ്റും കാണുന്നതെല്ലാം നിങ്ങളുടെ വീടായിട്ട് തോന്നും. നിങ്ങൾ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈഫും സംസാരിക്കുന്നു. അത് ഓരോ ടൈം സോണുകളാണ്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതായത് യഥാർത്ഥത്തിൽ സ്വയം നഷ്ടപ്പെട്ടൊരവസ്ഥ. താൻ ആരാണ് എന്ന് നമ്മൾ പപ്പു ഒരു സിനിമയിൽ പറയുന്നില്ലേ, താൻ ആരാണെന്ന് അറിയുന്നെങ്കിൽ എന്നോട് ചോദിക്കുന്നതൊക്കെ പറയുന്ന പോലെ സ്വയം നഷ്ടപ്പെട്ടൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഓരോ ടൈം സോണിലും കയറി ചെല്ലുമ്പോഴും ആ ടൈം സോണിലും ഈ ഒരു നായകൻ കാണുന്നത് തൻ്റെ ഭാര്യയും താനും ഇരുന്ന് സംസാരിക്കുന്നു. ചില ടൈം സോണിൽ പോകുമ്പോൾ അവർ തമ്മിൽ പ്രണയിക്കുന്നത് കാണാം. ഇനി വേറൊരു ടൈം സോണിലോട്ട് എത്തുമ്പോൾ അവർ തമ്മിൽ തല്ലുകൂടുന്നത് കാണാം. ഇനി ഒന്നൊരു ഭാര്യയെ ഇവൻ കൊല്ലുന്നത് കാണുന്നു. ഇനിയൊരു ടൈം സോണിൽ സ്വയം രണ്ടുപേര് തമ്മിൽ, അതായത് ഈ ജീവനായകൻ നായകനായിട്ട് അഭിനയിക്കുന്നു, സ്വയം ഈ നായകനും തമ്മിൽ അടികൂടുന്നത് കാണുന്നു. മൊത്തം കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളെപ്പോലെ വേറൊരു വ്യക്തി. നമ്മൾ പല സിനിമകളിലും പണ്ട് തൊട്ടേ ലേറ്റ് 80 അല്ലെങ്കിൽ സിനിമ പിറവിയെടുത്ത കാലം തൊട്ടേ ഈ പറഞ്ഞ പോലെ തന്നെ ഡബിൾ റോളുകളും മറ്റു കാര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ. അത് നമുക്കിപ്പോൾ അത്ഭുതമൊന്നുമല്ല. പണ്ട് MGRൻ്റെ കാലത്തും നസീറിൻ്റെ കാലത്തും തൊട്ടേ ഡബിൾ റോളുകളുണ്ട്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെയുള്ള 2 പേർ അല്ലെങ്കിൽ ഒരാൾ, ഇപ്പം എന്നെപ്പോലെ തന്നെയുള്ള ഞാൻ തന്നെ ഇതേ ടൈം സോണിൽ അല്ലെങ്കിൽ മറ്റൊരു ടൈം സോണിൽ ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലൊരു കൺസെപ്റ്റിനാണ് KG ബാലസുബ്രഹ്മണ്യം എന്നൊരു സംവിധായകൻ, അദ്ദേഹത്തിനാണ് രചനയും നിർവഹിച്ചിരിക്കുന്നത്. നടൻ ജിയോയെ പ്രധാന കഥാപാത്രമാക്കി ജീവൻ കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് തന്നെയുള്ളൊരു മൂവിയാണ്. ബ്ലാക്ക് എന്നാണ് മൂവിയുടെ പേര്. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2 പേര്, നായകനും നായികയും. ജിയോയാണ് നായകൻ്റെ റോൾ ചെയ്യുന്നത്, നായികയായിട്ട് അഭിനയിക്കുന്നത് ഭവാനി ശങ്കറാണ്. അപ്പോൾ ഈ 2 പേര് അവർ വിവാഹശേഷം ഹണിമൂണിന് വേണ്ടി ഒരു കോട്ടേജ്, ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ തന്നെ മിസ്സാവുകയാണ് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു രാത്രിയിൽ ചില അസാധാരണ സംഭവങ്ങൾ അവർ വീട്ടിൽ അരങ്ങേറുകയാണ്. ഓരോ തവണ അവർ വീടിന് പുറത്തിറങ്ങുമ്പോഴും പാരലൽ ടൈം ലൈനിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർ കൺഫ്യൂഷനാവാണ്, യഥാർത്ഥത്തിലുള്ള ഞങ്ങൾ ആരാണ്, തങ്ങളുടെ വീട് എവിടെയാണ്. കാരണം അവരുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ അവരുടെ പുറത്ത് കാണുന്നത് അവരുടെ വീട് തന്നെയാണ്. ആ വീട്ടിനുള്ളിലും അവരെ തന്നെ കാണുകയാണ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മളെ തന്നെ നോക്കിക്കാണും. നമ്മളൊരു മിററിൽ, കണ്ണാടിയിൽ നോക്കി കാണുന്ന പോലെ നമ്മളെ തന്നെ നോക്കിക്കാണുക. ഇവർ നോക്കുമ്പോൾ ഇവരുടെ സെയിം വീട് വേറെ സ്ഥലത്ത് കാണുന്നു. സ്വന്തം വീടിൻ്റെ അയൽപക്കത്ത് അവർ നോക്കുമ്പോൾ കാണുന്നത് തങ്ങളുടെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കയറി ചെന്ന് നോക്കുമ്പോൾ തങ്ങൾ തന്നെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവുകയാണ്, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അവർക്ക് മാത്രമല്ല, ഇത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുകയാണ്. ഇതിൽ ആരാണ് നായകൻ, ആരാണ് വില്ലൻ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാത്തൊരു ആകാംക്ഷ കൊണ്ട് നമ്മൾ സിനിമ മുഴുവൻ ഇരുന്ന് കണ്ടുകളയും. അതായത് നമുക്ക് ടൈം പോകുന്നത് അറിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. ആ ടൈം ഒന്നാമത് ഞാൻ പറയാൻ, ടൈം ട്രാവൽ മൂവീസ്, ലൂപ്പ് മൂവീസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിരിക്കും. ഇതൊരു അമേരിക്കൻ സിനിമയുടെ ഒരു അമേരിക്കൻ സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും നിങ്ങൾ അത് സിനിമ ഒന്ന് കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാത്തവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ടൈം ട്രാവലേഴ്സ് മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുകയും ഇതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മൂവീസിനെ കുറേ മൂവി സജഷൻസിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. അപ്പം മറ്റൊരു കിടിലൻ മൂവി ചിന്തകളുമായിട്ട് വരുന്നതായിരിക്കും. അതായിരിക്കും. താങ്ക് യു.